ഞാൻ തുടങ്ങിയ സമയത്ത് ഈ പറഞ്ഞ പോലെ ജിമ്മിൽ നമുക്ക് ഒന്നും അറിയത്തില്ല, റൈറ്റ്? ആ സമയത്ത് ജിമ്മിൽ പോകുമ്പം ആശാൻ പറയുന്നത് വെയിറ്റ് ട്രെയിനിങ് ആയിരിക്കും, മെഷീൻസ് അല്ലെങ്കിൽ ഡംബൽ ബാർബൽ വർക്കൗട്ട് ആയിരിക്കും. ഐ വാസ് ഹാപ്പി, അത് കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഒരു ഈ പറഞ്ഞ സെക്കൻഡ് തേർഡ് ഇയർ ഒക്കെ ആയപ്പോഴത്തേക്ക് നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഒരു അഡ്വാൻസ് സമയമായിരുന്നു, ഇൻസ്റ്റാഗ്രാം ഒക്കെ വന്ന സമയം, യൂട്യൂബൊക്കെ. അപ്പോൾ അന്ന് ഞാൻ സെർച്ച് ചെയ്ത് കുറേ ഫോളോ ചെയ്ത ആൾക്കാരുണ്ട്, മൈക്കിൾ വാസ്കോസ്, സ്കോട്ട് മാത്തേഴ്സ് എന്നൊക്കെ പറഞ്ഞ്. അവരെന്ന് പറഞ്ഞാൽ ഫങ്ഷണൽ ട്രെയിനിങ് ആണ്, കാലിസ്തനിക്സ്. അപ്പോൾ അവരെ കണ്ട് ഇൻസ്പയർ ആയി. അപ്പം ആദ്യം കണ്ടപ്പോൾ എന്താണെന്ന് മനസ്സിലായില്ല, ഈ ഫങ്ഷണൽ ട്രെയിനിങ് അല്ലെങ്കിൽ കാലിസ്തനിക്സ് എന്താണെന്ന് അറിയത്തില്ല. ഇവരെ കുറേ വീഡിയോ കണ്ടു, കാണുമ്പോൾ ഇവർ വെയിറ്റ്സ് മാത്രമല്ല ഉപയോഗിക്കുന്നത്, പറക്കുന്നു, ചാടുന്നു, ഫ്ലിപ്പ് ചെയ്യുന്നു, പുഷപ്സ് ഒക്കെ ഇറങ്ങി ചെയ്യുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഇൻസ്പയർ ആയി. അപ്പോൾ ശരിക്കും എന്താണ് കാലിസ്തനിക്സ്? കാരണം എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ്. ഇപ്പോൾ ചിലർ പറയും ഞാൻ കാലിസ്തനിക്സ് ചെയ്തത്, പക്ഷെ അവർക്കറിയില്ല എന്താ കാലിസ്തനിക്സ് എന്ന് വെച്ചാൽ അവർക്കറിയില്ല. കാലിസ്തനിക്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ബോഡി വെയ്റ്റ് ട്രെയിനിങ് എന്നാണ്. ബോഡി വെയ്റ്റ് ട്രെയിനിങ്, അതാണ് കാലിസ്തനിക്സ് എന്ന് പറഞ്ഞാൽ. കാലിസ്തനിക്സ് എന്ന വാക്ക് ഇറ്റ് കംസ് ഫ്രം ഒരു ഗ്രീക്ക് വേർഡാണ് കാലോസ് ആൻഡ് സ്തെനിക്സ് എന്ന് പറയുമ്പോൾ ബ്യൂട്ടി ആൻഡ് സ്ട്രെങ്ത്. ഇതാണ് മീനിങ് ആ വേർഡിൻ്റെ തന്നെ. ബേസിക്കലി ബോഡി വെയ്റ്റ് ട്രെയിനിങ് ആണ്. നമ്മളിപ്പം ജിമ്മിലോട്ട് പോകുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യിപ്പിക്കുന്ന പുഷപ്സ്, പുള്ളപ്സ്, ഡിപ്സ്, സ്ക്വാട്സ്, ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെയും ബേസ്. പക്ഷേ ഇവിടെ നമ്മൾ അഡ്വാൻസ് ആകും. അഡ്വാൻസ് ആക്കുമ്പോഴും നമ്മുടെ റെസിസ്റ്റൻസ് മൊത്തം ബോഡി വെയിറ്റ് കൊണ്ടായിരിക്കും. നമ്മൾ എക്സ്ട്രാ ഒരു വെയിറ്റ് ബാർബലോ ഡംബലോ എടുക്കുന്നില്ല. അതാണ് കാലിസ്തനിക്സ്. പിന്നെ അഡ്വാൻസ് ആയിട്ട് വരുമ്പോൾ കുറേ സ്കിൽസും പഠിക്കും. മസിൽ അപ്പ്, ഹാൻഡ് സ്റ്റാൻഡ്, അവിടുന്ന് അഡ്വാൻസ് പറഞ്ഞാൽ ഫ്രണ്ട് ലിവർ, ബാക്ക് ലിവർ, അങ്ങനെ കുറേ പ്രോഗ്രസ് ചെയ്ത് പോകാൻ പറ്റും, പ്ലാൻസ് ഒക്കെ. സോ ഇതാണ് കാലിസ്തനിക്സ് എന്ന് പറഞ്ഞ സംഭവം. ഇറ്റ്സ് ഓൾവേസ് വിത്ത് ബോഡി. വാട്ട് മേക്സ് ഇറ്റ് ഡിഫറെന്റ് ഫ്രം ബോഡി ബിൽഡിംഗ് അല്ലെങ്കിൽ ലിഫ്റ്റിംഗ് വെയിറ്റ്സ്? അഗെയിൻ ലിഫ്റ്റിംഗ് വെയിറ്റ്സ് എന്ന് പറയുമ്പോൾ റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നത് ഒരു മെഷീൻ അല്ലെങ്കിൽ വെയിറ്റ് ആയിരിക്കും. ഇവിടെ ബോഡി വെയിറ്റ് ആയിരിക്കും നമ്മൾ റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നത്. പിന്നെ കാലിസ്തനിക്സ് എന്ന് പറയുമ്പം നമുക്ക് ഫ്രീ സ്റ്റൈൽ ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റാറ്റിക്സ് ഉണ്ട്, പിന്നെ റെപ്സ് ആൻഡ് സെറ്റ്സ് ഉണ്ട്. റെപ്സ് ആൻഡ് സെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കുറച്ചുകൂടെ ബോഡി ബിൽഡിംഗ് ഫോക്കസ് ചെയ്തിരിക്കും. അവർ പുഷപ്സ് എടുത്താൽ അതിൻ്റെ 50 റെപ്പൊക്കെ എടുത്ത് മസിൽ ബിൽഡ് ചെയ്യാൻ നോക്കും. ഫ്രീ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഈ കണ്ടുണ്ടായിരിക്കും ഈ ബാറെ കിടന്ന് കറങ്ങുന്ന പുഷപ്സ്, അല്ലെങ്കിൽ അത് ഭയങ്കര ഫ്രീ സ്റ്റൈലിംഗ് ആണ്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ എല്ലാ പൊസിഷനും ഹോൾഡ് ചെയ്യും. ഇപ്പം പ്ലാൻസ് പറഞ്ഞ ഹോൾഡ് ഉണ്ട് ഗ്രൗണ്ടിൽ, ഈ ഫ്രണ്ട് ലിവർ ഹോൾഡ്, ബാക്ക് ലിവർ ഹോൾഡ്, ഈ ബാറിലൊക്കെ ഹോൾഡ് ചെയ്ത് കിടക്കുന്ന സാധനമാണ് സ്റ്റാറ്റിക്സ്. അപ്പോൾ ഇതാണ് 3 കാറ്റഗറി വരുന്നത് കാലിസ്തനിക്സ്. പക്ഷെ നാട്ടിൽ അങ്ങനെ, കേരളത്തിൽ അങ്ങനെ കാലിസ്തനിക്സ് പ്രൊമോട്ട് ചെയ്യുന്ന ആരും ഉണ്ടെന്ന് നിപ്പിന് മാത്രമേ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനുണ്ട്. ഞാൻ തുടങ്ങിയ ഇപ്പം കാലിസ്തനിക്സ് കേരളത്തിൽ വന്ന സമയത്ത് തുടങ്ങിയ ഒരാളാണ്. ഫേസ് ഞാൻ ഫേസ് എന്ന് പറയുന്നില്ല, എന്നാലും ഫ്യൂ അവിടെ ഇവിടെ ഇടയ്ക്ക്. അപ്പോൾ പക്ഷെ എന്നാൽ ഒത്തിരി സ്പ്രെഡായിരുന്നു. കാലിക്കറ്റ് കുറച്ച് പേര്, ട്രിവാൻഡ്രത്ത് 1-2 പേര്, ഇപ്പോൾ ഞാൻ തിരുവല്ല ആ സ്ഥലത്തായിരുന്നു. അങ്ങനെ കുറച്ച് ഫ്യൂ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. അല്ല വലിയ റെക്കഗ്നീഷൻ ഇല്ലായിരുന്നു ഇതിനകത്ത്. പക്ഷെ ഇപ്പം കാലിസ്തനിക്സ് എന്ന് പറഞ്ഞാൽ കുറേ പേർക്ക് അറിയാം. എന്നാലും ഇറ്റ്സ് സ്റ്റിൽ സ്പ്രെഡിങ് ഔട്ട്. അല്ല എല്ലാവർക്കും അറിയത്തില്ല, ബട്ട് ഇറ്റ്സ് സ്പ്രെഡിങ് ഔട്ട്. അതാണ് എൻ്റെ ജേർണി. എനിക്ക് ഇപ്പോൾ ഒരു തേർഡ് ഇയർ ഒക്കെ ആയപ്പോഴത്തേക്ക് ഐ ഗോട്ട് ടു നോ അബൌട്ട് കാലിസ്തനിക്സ്. അത് ഈ പറഞ്ഞ വീഡിയോ കണ്ടു. വീഡിയോ കണ്ടപ്പോൾ എന്താണെന്ന് മനസ്സിലായില്ല. പിന്നെ കുറേ റിസർച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ് കാലിസ്തനിക്സ് എന്ന്, ആ ഒരു ടേം മനസ്സിലായി. പിന്നെ അതിനെപ്പറ്റി കുറേ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിവേഴ്സിറ്റിയാണ്. സമയവും എഫേർട്ട് ഇടാൻ റെഡിയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പഠിക്കാൻ പറ്റും അവിടെ, എന്തായാലും എന്ത് ടോപ്പിക്കായാലും. അപ്പം അഗെയിൻ ഐ വെന്റ് ദേർ, സെർച്ച് ഫോർ കാലിസ്തനിക്സ്, അത് പഠിക്കാൻ തുടങ്ങി ഫ്രം ദ ബിഗിനിങ്. അപ്പോൾ ആരും ഗൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ മെന്ററിങ് ഇല്ലെങ്കിൽ നമുക്ക് കുറേ മിസ്റ്റേക്കും തെറ്റും വരും, ഇഞ്ചുറീസ് വരും, അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഓവർകം ചെയ്ത് കാലിസ്തനിക്സ് ചെയ്യാൻ നോക്കുന്ന ഒരു ബിഗിനറിനോട് എന്താ പറയാനുള്ളത്? കാലിസ്തനിക്സ് എന്ന് പറഞ്ഞാൽ അഗെയിൻ അതൊരു പേഷ്യൻസ് വേണം. അതിപ്പം ലിഫ്റ്റിംഗ് ആയാലും ശരി, ഒരു ബോഡി ബിൽഡിംഗ് ആയാലും ശരി, എന്തായാലും ഹൗ ടു സ്റ്റാർട്ട്, അല്ലെ ഇവിടെ നോക്കി പഠിക്കണം, യൂട്യൂബ് നോക്കി പഠിച്ചാൽ മതിയോ, അതല്ലെങ്കിൽ യൂട്യൂബ് നോക്കി പഠിച്ചാൽ മതി. ഞാൻ പറഞ്ഞ പോലെ ഇറ്റ് കംസ് വിത്ത് എന്താ പറയുന്നത്, വി ഹാവ് ടു പുട്ട് ഇൻ എഫേർട്ട്, എക്സ്ട്രാ എഫേർട്ട് വേണം. ഒറ്റയ്ക്ക് പഠിക്കാൻ പോകുകയാണെങ്കിൽ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, അതുപോലെ തന്നെ അത് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു പേഷ്യൻസ് വേണം. കാരണം ഒരു സ്കില്ല് പഠിക്കുക എന്ന് പറഞ്ഞാൽ 2 ദിവസം കൊണ്ട് പറ്റത്തില്ല, 1 മാസം കൊണ്ട് പറ്റണമെന്നില്ല. അതൊരു ഒരു ജേർണിയാണ്. എല്ലാവരുടെയും പ്രശ്നമാണല്ലോ, 1 മാസം കൊണ്ട് 6 പാക്ക് വേണം. അങ്ങനെ കാര്യമില്ല. അപ്പം ആ ഒരു പേഷ്യൻസ് ഇടാൻ റെഡിയാണെങ്കിൽ ഫൈൻ. യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ കോണ്ടന്റ് ഉണ്ട് യൂട്യൂബിലൊക്കെ, അല്ലാതെ അവിടെ നിന്നും ഒരു ക്ഷാമവും ഇല്ല. കണ്ടുപിടിക്കുക, സമയം സ്പെൻഡ് ചെയ്യുക, കണ്ടുപിടിക്കുക, അപ്ലൈ ചെയ്യുക, അത്രേ ഉള്ളൂ.